Hello friends. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു C program യൂസ് ചെയ്തിട്ട് നമുക്ക് arithmetic operations എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ write a C program for arithmetic operation. എന്നുവെച്ചാൽ arithmetic operation ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു C program. അപ്പോൾ അതിൽ എന്താണ് arithmetic operations നോക്കിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ arithmetic operations എന്ന് പറഞ്ഞാൽ these used to perform arithmetic or mathematical operations on operands എന്നാണ്. എന്താ വെച്ചാൽ നമ്മൾ പ്ലസ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക മൈനസ് ചെയ്യുക മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെയാണ് നമ്മൾ അരിതമെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അഡീഷന് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് എന്ത് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എക്സ് പ്ലസ് വൈ. സബ്സ്ട്രാക്ഷൻ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വേരിയബിളിൽ നിന്ന് വേറൊരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു വാല്യൂവിൽ നിന്ന് വേറൊരു വാല്യൂ മൈനസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് എന്ത് ഇതുണ്ട മൈനസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ. പിന്നെ സ്റ്റാർ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്നുവെച്ചാൽ ഒരു അരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സ്ലാഷ് ഉപയോഗിക്കാം. ഡിവൈഡ്സ് ദി ഫസ്റ്റ് ഓപ്പൺ ബൈ ദി സെക്കൻഡ് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 5 അതാണ് ഫസ്റ്റ് ഓപ്പൺ ബൈ സെക്കൻഡ് എന്ന് പറഞ്ഞത്. പിന്നെ മോഡുലസ് ഓപ്പറേറ്റർ എന്നാണ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞത്. ഇതെന്താ വെച്ചാൽ നമുക്ക് അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 3 എന്ന് കൊടുത്താൽ 3.1 അങ്ങനെ ആ റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്ററാണെന്നത് മോഡുലസ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന സിമ്പൽ. അപ്പോൾ അതും ഇപ്പോൾ എക്സ് പെർസെൻറ്റേജ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് റിമൈൻഡർ റിട്ടേൺ ചെയ്യും. ഈ റിമൈൻഡർ എപ്പോഴും എന്തായിരിക്കില്ല ഒരു ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിലായിരിക്കും എന്തെങ്കിലും റിസൾട്ട് വരിക അല്ലെങ്കിൽ പോയിന്റ് ഇല്ലാത്തൊരു വാല്യൂ ആയിരിക്കും എന്ത് റിമൈൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സിയിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പ്ലസ് മൈനസ് സ്റ്റാർ സ്ലാഷ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ. പിന്നെ ഇത് നമുക്ക് എങ്ങനെ പ്രോഗ്രാം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് വരുന്നത് റൈറ്റ് എ സി പ്രോഗ്രാം വരുമ്പോൾ അതിൽ വരുന്നത് ഫസ്റ്റ് എന്ത് ചെയ്യണം നമ്മൾ റീഡ് വാല്യൂസ് എന്ന് വെച്ചാൽ റീഡ് വേരിയബിൾസ് എന്ന് വെച്ചാൽ നമുക്ക് ഓപ്പറൻസ് എന്ത് ചെയ്യണം റീഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വരുന്നതാണ് എന്ത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതാം. ഇപ്പോൾ റീഡ് വേരിയബിൾസ് പിന്നെ എന്താ വരുന്നത് പിന്നെ നമുക്ക് എന്ത് വേണം നമ്മളെ പ്ലസ് ആണെങ്കിൽ പ്ലസ് അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പിന്നെ വരുന്നതാണ് എന്ത് പ്രിൻ്റ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു എ പ്ലസ് ടി എന്നാണെങ്കിൽ എക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആഡ് ചെയ്തു. അപ്പോൾ ഈ ആഡ് ചെയ്ത സാധനം എന്ത് ചെയ്യണം നമ്മൾ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റീഡ് ചെയ്തു പിന്നെ അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സായ പ്ലസ് അല്ലെങ്കിൽ മൈനസ് സ്റ്റാർ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ സിമ്പിൾ മാറ്റി കൊടുത്ത എല്ലാ ഇതും നമുക്ക് എന്ത് ചെയ്യാം ഇതിലൂടെ തന്നെ ചെയ്യാം. പിന്നെ പ്രിൻ്റ് പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യാം നമ്മൾ മെയിൻ യൂസ് ചെയ്യുക മെയിൻ ക്ലോസ് ചെയ്യുക കമ്പൈൽ ചെയ്യുക റൺ ചെയ്യുക. ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ GI എഡിറ്റ് ഓപ്പൺ ചെയ്തു. അത് നമ്മൾ ഫയൽ സേവ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോൾഡറിൻ്റെ അകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഫയൽ സേവ് ചെയ്യാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നമ്മളിപ്പോൾ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ ഇതിൽ ഇപ്പോൾ ഇതുണ്ടോ ഹലോ എന്ന് പറഞ്ഞ പ്രോഗ്രാം .c അതിൻ്റെ ഒബ്ജക്റ്റ് ഫയലാണ് എക്സിക്യൂട്ടബിൾ ഫയലാണ് ഈ ഹലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അരിതമെറ്റിക് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കും. arithmetic.c എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേര് കൊടുത്തു സേവ് കൊടുക്കുക. ഫോൾഡറിൻ്റെ അകത്ത് തന്നെ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളെ ഹെഡർ ഫയൽ സി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഇൻക്ലൂഡ് മൈനസ് സ്റ്റാർട്ട് ചെയ്യാം.
അപ്പോൾ ഇനി നമുക്ക് വരുന്നത് നമുക്ക് വേണ്ട വാല്യൂസിനനുസരിച്ചിട്ടുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇൻറ്റിജർ എന്ന് പറഞ്ഞ ടൈപ്പ് വേരിയബിളാണ്. അപ്പോൾ നമുക്ക് വാല്യൂസ് ഇപ്പോൾ നമുക്ക് നമ്മളെ വേരിയബിളിൻ്റെ പേര് നമുക്ക് എക്സ് വൈ എന്ന് പോകും, അല്ല അങ്ങനെ എ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വേരിയബിളും സെക്കൻഡ് വേരിയബിൾ പി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം? അടുത്തത് ഈ വേരിയബിളിലേക്ക് നമ്മൾ വാല്യൂസ് എന്ത് ചെയ്യണം? സ്കാൻ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻപുട്ട് എന്ത് ചെയ്യണം? നമുക്ക് യൂസർ എടുക്കുന്ന എന്ത് ചെയ്യണം? പ്രോഗ്രാമിലേക്ക് നമുക്ക് റീഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ് നമ്മൾ പ്രിൻ്റ് നോക്കി. പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ യൂസർക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതേമാതിരി സ്കാൻഎഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ ഇൻറ്റിജർ ആവുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ %d എന്ന് പറഞ്ഞ സിംബൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏത് വേരിയബിളിലേക്കാണോ നമ്മൾ വാല്യൂ റീഡ് ചെയ്യേണ്ടത് വെച്ചാൽ ആ വേരിയബിളിൻ്റെ നെയിം കൊടുക്കും. എ എന്ന് പറഞ്ഞു കൊടുക്കും. അതേമാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്തു? സ്കാൻഎഫ് എന്ന് പറഞ്ഞിട്ട് %d എന്ന് പറഞ്ഞ് ബിയിലേക്ക് വാല്യൂ റീഡ് ചെയ്തു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സ്കാൻഎഫിൻ്റെ അകത്ത് തന്നെ 2% എന്ന് പറഞ്ഞിട്ട് കോമ കൊടുത്തിട്ട് എന്ത് ചെയ്യാം? %d എന്ന് പറഞ്ഞിട്ട് ഇവിടെയും കോമ കൊടുത്തിട്ട് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കൊടുക്കാം. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് 2 ലൈനായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇവ ഇങ്ങനെ കൊടുത്താൽ എന്താ വെച്ചാൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? ഇതറിയാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് നമ്പർ കൊടുക്കാം. അതേമാതിരി തന്നെ സെക്കൻഡ് എന്ത് ചെയ്യാം? എൻ്റെ സെക്കൻഡ് നമ്പർ കൊടുക്കാം. അപ്പോൾ ബിയിലേക്ക് റീഡ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫോൾഡർ ഓപ്പൺ ചെയ്തു നമ്മൾ GCC നോട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫയൽ നെയിം കൊടുക്കുക. നമ്മൾ അരിതമെറ്റിക് എന്ന് കൊടുത്ത് അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ ഒരു എറർ ഉണ്ട് കണ്ടോ? പ്രിൻ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. PRINT നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? അത് എഡിറ്റ് ചെയ്യാം. നമ്മൾ 2 പ്രിൻ്റ് യൂസ് ചെയ്തിരുന്നു. ഉണ്ടോ? ഇനി നമുക്ക് ആ പ്രോഗ്രാം റൺ ചെയ്താൽ ജസ്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. നമ്മളിതിൻ്റെ ഒബ്ജക്റ്റ് ഫയൽ നമ്മൾ കൊടുത്തിരുന്നില്ല, അല്ലെങ്കിൽ A.out എന്ന് കൊടുത്താൽ മതി. ഉണ്ടോ? ഇപ്പോൾ യൂസറോട് ഇൻപുട്ട് ചോദിച്ചു. അപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ത്? സ്കാൻഎഫ് എന്ന് പറയുന്നത്. പ്രിൻ്റ് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ട് കൂടെ ചോദിച്ചു. എൻ്റെ ഫസ്റ്റ് നമ്പറും ചോദിച്ചു നമ്മളോട്. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് നമ്പർ കൊടുത്തു, 5 കൊടുത്തു. അതേമാതിരി തന്നെ സെക്കൻഡ് നമ്പറൊന്നും ചോദിച്ചു, സെക്കൻഡ് നമ്പർ കൊടുത്തു. പിന്നെ നമ്മളൊന്നും കോഡ് എഴുതിയിട്ടില്ല, അതുകൊണ്ട് പ്രോഗ്രാം എൻഡ് ചെയ്തു. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ള കോഡ് കൊടുക്കാം.
അപ്പോൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ അതിൻ്റെ റിസൾട്ട് സേവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഒരു വേരിയബിളും കൂടി നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിസൾട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിമ്പിളായിട്ട് ഒരു വേരിയബിൾ യൂസ് ചെയ്യണമെങ്കിൽ സി എന്ന് പറഞ്ഞു കൊടുക്കുക. വേരിയബിൾ എപ്പോഴും മനസ്സിലാവുന്ന രീതിയിൽ കൊടുത്താൽ നമുക്ക് വലിയ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് സി എന്ന് പറഞ്ഞിട്ട് എ പ്ലസ് ബി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇപ്പോൾ ആഡായി, ഇപ്പോൾ സിയിലേക്ക് റിസൾട്ട് അസൈൻ ചെയ്തു. ഇതാണ് പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ. അതിൻ്റെ എൻഡിൽ സെമിക്കോളൻ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു യൂസ് ചെയ്യുന്നു. സി എന്ന് പറഞ്ഞാൽ റിസൾട്ട് സേവ് ചെയ്യുന്നു. ഇനി നമുക്കിത് ഔട്ട്പുട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എ പ്ലസ് ബി ഈക്വൽ ടു അല്ലെങ്കിൽ ഇത് കൊടുക്കാം. അപ്പോൾ സം ഈക്വൽ സം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കാം. സം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ പ്രിൻ്റ് എഫിൽ നമുക്കൊരു വേരിയബിൾ പ്രിൻ്റ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇൻറ്റിജർ ആണെങ്കിൽ എന്ത് ചെയ്യാം, പെർസെൻറ്റേജ് ഡി എന്ന് കൊടുക്കാം. കോമൺ ഇട്ടിട്ട് നമുക്ക് ഏത് വേരിയബിളാണോ പ്രിൻ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ആ വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൊടുക്കാം. നമ്മൾ കമ്പൈൽ ചെയ്തു, എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. 5 ആണോ 5 കൊടുത്തു, 2 ആണോ 2 കൊടുത്തു. അതാ ഇപ്പോൾ നമ്മൾ റിസൾട്ട് ഇവിടെ വന്നു. സം ഈക്വൽ ടു 7 എന്ന് പറഞ്ഞിട്ട് ഇത് ആഡ് ചെയ്ത് വന്നു. അപ്പോൾ നമ്മളൊരു സ്ലാഷിന് കൊടുത്താൽ ഇതിന് ലൈനായിട്ട് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതേമാതിരി തന്നെ സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. സി ഈക്വൽ ടു സിയിലേക്ക് തന്നെ റിസൾട്ട് കൊടുക്കുകയാണെങ്കിൽ സി എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ ഡി എന്ന് കൊടുക്കാം. ഡി ഈക്വൽ ടു അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിളാണ് എന്ത്, ഈ ഐഫൺ എന്ന് പറഞ്ഞ നമ്മുടെ കീബോർഡിൽ കീബോർഡ് ഭാഗത്ത് സ്റ്റാർ പ്ലസ് ഡിവൈഡ് സിമ്പിളിലേക്ക് എടുത്തുള്ള സിമ്പിൾ. അപ്പോൾ അതേമാതിരി തന്നെ നമുക്ക് പ്രിൻ്റ് എഫ് കൊടുക്കണം. അത് ഔട്ട്പുട്ട് കാണണമെങ്കിൽ പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഡി ആയതുകൊണ്ട് നമ്മൾ ഇൻറ്റിജർ ആയതുകൊണ്ട് പെർസെൻറ്റേജ് ഡി എന്ന് കൊടുത്തു. നമ്മൾ ഡി ആണ് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യേണ്ടത്. സ്ലാഷ് കൊടുക്കാം. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ സ്ലാഷ് എന്ന് കൊടുക്കാം. സേവ് ചെയ്യാം. കമ്പയർ ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ 5 കൊടുത്തു, 2 കൊടുത്തു. ഉണ്ടോ, ആഡ് ചെയ്ത് സമ്മ് 7 എന്ന് പറഞ്ഞു, മൈനസ് ചെയ്ത് റിസൾട്ട് ഡിഫറൻസ് 3 വന്നു. ഇതേമാതിരി തന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ജസ്റ്റ് നമുക്ക് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെർസെൻറ്റേജ് കൊടുത്തു. വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഡിവിഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ കൊടുത്തു. സ്ലാഷ് നമ്മൾ യൂസ് ചെയ്തു. ഡിവിഷൻ ആണെങ്കിൽ ഡിവിഷൻ കൊടുക്കാം, ജി കൊടുത്തു. സേവ് ചെയ്യാം.
കമ്പയർ ചെയ്തു. നമ്മൾ 5 തന്നെ കൊടുത്തു, 5 2 കൊടുത്തു. ഉണ്ടോ ഡിഫറൻസ് 3, പ്രൊഡക്റ്റ് 10 വന്നു, സമ്മ് ഡിവൈഡ് ചെയ്തപ്പോൾ 2 വന്നു. ഇനി നമുക്ക് 2 പോയിൻറ്റ് സംതിങ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ ഇത് ജി എന്ന് പറഞ്ഞത് ഫ്ലോട്ടാക്കി കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് ഡെസിമൽ പാർട്ടും 2 പാർട്ടും നമുക്ക് ഇവിടെ ഡിവൈഡ് കിട്ടും. നമുക്ക് നോക്കാം. അപ്പോൾ ഫ്ലോട്ട് ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, പെർസെൻറ്റേജ് ഡിക്ക് പകരം നമ്മൾ ജി എന്ന് പറഞ്ഞ സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കേട്ടോ 2 പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മോഡുലസ് ഓപ്പറേറ്റർ ആയ പേഴ്സൻറ്റേജും കൂടി അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോൾ അത് ഇൻഡിജർ തന്നെ ആക്കിയിട്ടുണ്ട്. h equal to a percentage നമ്മൾ കൊടുക്കും. മോഡ് എന്ന് പറഞ്ഞാൽ എച്ച് കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ടൊരു ന്യൂ ലൈൻ കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ലാഷ് എണ്ണം കൂടി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. നമ്മൾ 5നെ സമ്മ് കണ്ടു, 5 2 വെച്ചിട്ട് സമ്മ് കണ്ടു, ഡിഫറൻസ് 3, പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 10 ഡിവൈഡ് ചെയ്തപ്പോൾ 2 വന്നു. ഈ 2.1 വരുന്നതിന് പകരം അതിൻ്റെ മോഡുലോ ഡിവിഷൻ അല്ലെങ്കിൽ അതിൻ്റെ റിമൈൻഡർ ആണ് എന്ത് 1 എന്ന് പറയുന്നത്. 5 ഡിവൈഡ് ബൈ 2 എന്ന് കൊടുത്താൽ ഇത് വരും. നമ്മൾ പിന്നെ ഇത് ഇൻഡിജർ ആയതുകൊണ്ട് നമുക്ക് 2 വന്നു, അല്ലെങ്കിൽ ഫ്ലോട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും 2.1 എന്ന് പറഞ്ഞിട്ട് സംതിങ് വരും. അപ്പോൾ അത് 2.0 എന്ന് വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെ കൊടുത്ത ഓപ്പറൻറ്റ് രണ്ടും ഇൻഡിജർ ആയതുകൊണ്ടാണ് എന്ത് 2.0 എന്ന് വന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഫ്ലോട്ടിലേക്ക് ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ റിമൈൻഡറും കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് എന്ത് സിയിൽ നമുക്ക് ഉള്ള അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അതിൽ വരുന്നത് ഫസ്റ്റ് പ്ലസ്, പിന്നെ മൈനസ്, സ്റ്റാർ, ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലാഷ്, മോഡുലോ ഡിവിഷൻ, അല്ലെങ്കിൽ നമുക്ക് റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമുക്ക് സി പ്രൊവൈഡ് ചെയ്യുന്ന അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ വരുന്നത് പ്ലസ് പ്ലസ് അല്ലെങ്കിൽ മൈനസ് മൈനസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻക്രിമെൻറ്റ് ചെയ്യാനും ഡിക്രിമെൻറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്പറേറ്റേഴ്സ് വേറെ കുറേ ഉണ്ട്. പിന്നെ സിയിലെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റേ റിലേഷൻ ഓപ്പറേറ്റേഴ്സ്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് പറയുന്നത്. അത് നമുക്ക് വേറെ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ സി പ്രോഗ്രാമിൽ സിമ്പിളായിട്ട് നമ്മൾ അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നോക്കി, അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കി. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് മാറ്റിയിട്ട് ഇൻറ്റിജറോ അല്ലെങ്കിൽ ഫ്ലോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ചെയ്യണമെങ്കിൽ ഇതിൽ എഡിറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സിയിലെ അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള സിമ്പിൾ പ്രോഗ്രാം എഴുതാം. ഓക്കെ, താങ്ക് യു.